ഹായ് കൂട്ടുകാരെ, നമസ്കാരം. തേയിലത്തോട്ടങ്ങളെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏലത്തോട്ടം. ആ ഏലത്തോട്ടം കാണാനാണ് ഞാൻ വന്നത്. പക്ഷേ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു എന്തോ ഒരു പുതുമയോ ഒരു ഔചിത്യമോ കാണും. ഞാനും അങ്ങനെ ആദ്യമേ പ്രതീക്ഷിച്ചില്ല. തേയിലത്തോട്ടങ്ങളെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏലത്തോട്ടം എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിച്ചത്. ഞാൻ അവനോട് ചോദിക്കേണ്ട, സത്യമാണോ ഇത്, സംഭവമൊക്കെ ശരിയാണോ, തേയിലത്തോട്ടങ്ങളെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏലത്തോട്ടം? പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വിശ്വാസമായത്. ഈ സ്ഥലത്തിൻ്റെ പേര് മൗണ്ട് എന്നാണ്. സത്രൻ റോഡ് വരുമ്പം മൗണ്ട് എന്ന സ്ഥലത്ത് ലെഫ്റ്റ് കട്ട് ചെയ്യണം. സിറ്റിയിൽ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് ഉള്ളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ സ്പോട്ട് കാണാൻ പറ്റുന്നത്. ഇത് AVT പ്ലാന്റേഷനാണ് ഈ തേയില കേട്ടോ. കഴിഞ്ഞ ജനുവരി വന്നു കഴിഞ്ഞപ്പം ഈ തേയില മൊത്തത്തിൽ ഉണങ്ങി നാശകോശമായിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഇവിടെ നല്ല തണുപ്പുണ്ട്. ആ തണുപ്പിൻ്റെ ആ മഞ്ഞുണ്ട്, ബേസിക്കലി മഞ്ഞുണ്ട് ഇവിടെ. ആ മഞ്ഞിൻ്റെ ഒരു ഇത് കാരണം കൊണ്ടായിരിക്കും ഈ തണുപ്പ് പോൽ അടിച്ച് നിൽക്കുന്നത് തേയിലയ്ക്ക്. ആ മലയുടെ അപ്പുറമാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ആ മലയുടെ അപ്പുറമാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. നല്ല തണുപ്പാണ്, കാറ്റ്, ദേഹമൊക്കെ വിറയ്ക്കുക. ആ ഗ്രൗണ്ട് പോലെ കാണുന്നില്ലേ, അതാണ് സത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ശബരിമല സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിയാർ ടൈഗർ റിസർവിനകത്താണ്. നേരെ കാണില്ല, ആ മല കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ചന്തമാണ് കേട്ടോ. ഈ ഇങ്ങനെ വെളിയിലേക്ക് തള്ളി നിൽക്കുന്നില്ലേ ആ മല, സൂപ്പർ വ്യൂ അവിടെ ഫോട്ടോയൊക്കെ എടുക്കാൻ. പക്ഷെ അവിടെ ചെല്ലാൻ പറ്റത്തില്ല കേട്ടോ, കാടിൻ്റെ ഉള്ളിലാണ്. എൻ്റെ കൂട്ടുകാരൻ്റെ ഏലത്തോട്ടത്തിലേക്ക് ഞാൻ പോവാട്ടോ. പക്ഷേ ഈ ഏലം കണ്ടു കഴിയുമ്പോൾ ഞാൻ ഈയിടെ കട്ടപ്പനയ്ക്ക് പോയപ്പോൾ, കഴിഞ്ഞ ആഴ്ച കട്ടപ്പനയ്ക്ക് പോയപ്പം ഏലം കണ്ടപ്പോൾ നല്ല കായും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ കായില്ല, ചെടി മാത്രമുണ്ട്. പക്ഷേ ഇവിടെ അത്ര ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ല. ചോട്ടി മൊത്തം ചപ്പും, ഇല ഉണങ്ങി നിൽക്കുന്നു, ഒരു പ്രത്യേക ഒരു അവസ്ഥ. പക്ഷെ പുള്ളിക്കാരന് 10-14 ഏക്കർ സ്ഥലമുണ്ട്. ഞാനോർത്തു ഏലക്കാട് എന്തിനും വിളിച്ചപ്പോൾ ഓർത്തു ഭയങ്കര സംഭവമൊക്കെ ആണെന്നോർത്ത് വന്നതാണ്. ഇവിടെ വെള്ളത്തിന് അധികം സൗകര്യമൊന്നുമില്ല. ഈ പണിതാക്കോളമൊക്കെ മഴ പെയ്യുമ്പം ശേഖരിച്ച് വെക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചേക്കുന്നത്. അവിടെ ഇത് പണിതാക്കോളം. അവിടെ എന്നാൽ ഹൈറ്റ് കൂടി ഏരിയ അത്, അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇത്ര ഉണക്കടിക്കുന്നത് എനിക്ക് തോന്നുന്നത്. ഏലമൊന്നും ജലാംശം ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇത് ഉണക്കടിക്കും പെട്ടെന്ന്. ഈ തട്ടയൊക്കെ ചുരുങ്ങിപ്പോവും ജലാംശം ഇല്ലെങ്കിൽ. ഇതാണ് പുള്ളിക്കാരൻ്റെ ഏലത്തോട്ടം. ഇവിടെ അതേ സെയിം തിയറിയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ചെടിയുണ്ട്, കായില്ല, നല്ല കാറ്റാ, തണുപ്പ്. മരുന്നടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇവർ. ഇത് എൻ്റെ ക്യാനിരിക്കുന്നു മരുന്നടിക്കുന്നതിൻ്റെ.
അതിനകത്ത് കായൊന്നുമില്ല, എല്ലാം ചരമൊക്കെ ആണെങ്കിലും ഉണങ്ങി 2-3 പൊട്ട് കായുണ്ട്. സാധാരണ എല്ലായിടത്തും മാർച്ച് ഏപ്രിൽ വരെ കായ നല്ലപോലെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെയൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യമേ കണ്ട സ്ഥലത്തൊക്കെ നമുക്ക് ക്ലീനായി ആക്കിയിട്ടില്ല, മൊത്തം ചപ്പും കാര്യങ്ങളുമായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ അതേ അവസ്ഥ തന്നെ. അവർ മരുന്നടിച്ചുകൊണ്ട് അത് കുറ്റിയിരിക്കുന്നു, ബക്കറ്റ് ഇരിക്കുന്നു. ചേട്ടൻ പണിഞ്ഞോണ്ടിരിക്കുകയാണ്. ഏലം ഈ സമയത്താണ് മണ്ണൊക്കെ ഇടുന്നത്. കായൊന്നും പിടിക്കുന്നില്ലല്ലോ ഈ ടൈമിൽ. സീസൺ കഴിഞ്ഞു, നമ്മൾ അടുത്ത സീസണിന് മുന്നോടിയായിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയും. ചേട്ടാ ഈ സമയത്ത് എന്താ മരുന്ന് അടിക്കുന്നത്? ഈ സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ തട്ടയിൽ പുഴുക്കൾ, പ്രാണികൾ, തണ്ടുതർപ്പൻ സമയം ഇപ്പോഴാണ്. അതിനാവശ്യമായിട്ടുള്ള മരുന്നുകളാണ് നമ്മൾ ഈ സമയത്ത് ഉപയോഗിക്കുന്നത്. അപ്പം കാപിടുത്തം ഇല്ലാത്തതുകൊണ്ട് പിന്നെ തണ്ടുതർപ്പനുള്ള എന്ത് മരുന്ന് അടിക്കുന്നത്? വീറാട്ട് പോലെയുള്ള ഈ എഫക്റ്റ് കൂടിയ മരുന്നുകൾ അടിക്കാനായിട്ട്. ഇത് സീസൺ സമയമാവുന്നത്? സീസൺ ടൈം നമ്മൾ ആഗസ്റ്റ് നവംബറാണ് സീസൺ. ഏകദേശം എത്ര മാസം നമുക്ക് കായ എടുക്കാൻ പറ്റും? ഇപ്രാവശ്യമൊക്കെ വളരെ അന്തരീക്ഷം വളരെ താപനില കൂടുതലായതുകൊണ്ട് വളരെ മോശമായിരുന്നു. മറ്റേ അഴുകൽ എന്നൊക്കെ പറഞ്ഞ സംഭവം എന്നാ? അഴുകൽ എന്ന് പറഞ്ഞാൽ ഈ വെള്ളമൊക്കെ കെട്ടുന്നതുകൊണ്ടാണ് അഴുകൽ സംഭവിക്കുന്നത്. അതിനെന്താ മരുന്ന് അടിക്കുന്നത്? അതിന് മെയിനായിട്ടും കുമ്മായമാണ് ഉപയോഗിക്കുന്നത്. ഈ സമയത്താണോ മണ്ണിടുന്നത്? മണ്ണ് ഈ സമയത്താണ്. മണ്ണ് ഈ സമയത്ത് ഇപ്പം സമയമുള്ളതുകൊണ്ട് കിട്ടും. നവംബറിലിടണം. നവംബർ, ഓക്കെ ഓക്കെ. നവംബറിലിട്ടാൽ ഈർപ്പം ഇപ്പം കാ തീരെ കുറവല്ലേ? പിന്നെ കുറവല്ല. ഇവിടെ ആകെപ്പാടെ ആദ്യം ഒരു 250 കിലോ പച്ച കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ ഇതേ കിടക്കുന്നു. വെയിലിൻ്റെ കഴിഞ്ഞ വർഷം വെയിൽ കൂടുതൽ അടിച്ചതിൻ്റെയാണോ പ്രശ്നം? വെയിൽ വന്നതുകൊണ്ട് അതിൻ്റെ പരാഗണങ്ങളൊന്നും നടന്നില്ല, എല്ലാം കരിഞ്ഞു പോയി. അതാണ് പ്രശ്നം. അപ്പം അതിനിടയ്ക്ക് അഴുകൽ അല്ലേ? അഴുകലും കൂടുതൽ. ഓക്കെ. അതിനാണ് ഇതിൻ്റെ പ്രശ്നം. ഇപ്പം മണ്ണിട്ട് കഴിഞ്ഞാൽ ഈ വെയിലടിക്കുന്നതുകൊണ്ട് പിന്നെ വേര് ഉണങ്ങി പോകത്തില്ലേ? അതിനല്ലേ ദൈവം ഞങ്ങൾക്ക് ഇന്നലെ മഴ തന്നത്. ഇതുപോലെ എപ്പോഴേലും പെയ്തിട്ടുണ്ടോ? ഒരിക്കലും പെയ്തിട്ടില്ല. കുറേ നാളായിട്ട് ഈ ശബരിമല സമയം അയ്യപ്പന്മാരിറങ്ങിയ സമയത്തൊന്നും മഴയില്ല. ഇപ്പം ഏതാണ്ട് ഈ വർഷം ഏതാണ്ട് പുതിയതായിട്ടൊരിതാണ്. ഇപ്പം നമുക്ക് നല്ലതാണ്. ഇത് മണ്ണിൻ്റെ ഈർപ്പം ഉണ്ടല്ലോ, ഈർപ്പമുള്ളതുകൊണ്ട്. ഈ സമയത്ത് വളമൊക്കെ കലക്കി ഒഴിക്കുന്നുണ്ടോ? വളം കലക്കി ഒഴിക്കാൻ പാടില്ല. ഒഴിക്കാൻ, പക്ഷേ നമ്മൾ കാട് നനയ്ക്കുന്ന വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ ഓക്കെ. അല്ല ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നമുക്കത് പ്രയോജനം വരികയില്ല. നനച്ചോണ്ടിരുന്നാൽ അതിന് കുഴപ്പമില്ല. ഇത് ഉള്ളത് ഇല്ലാതെ ചെകിരി കെട്ടി വിട്ടാൽ കുഴപ്പമില്ല. കുറ്റി കെട്ടി വിട്ടാൽ കുഴപ്പമില്ല. അല്ലാതെ എന്നാ ചെയ്താലും രസമില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ അഴുകൽ കൂടത്തോളൂ ഇങ്ങനെ വെയിലടിച്ചു കഴിഞ്ഞാൽ. നമ്മൾ അഴുകലിന് മരുന്ന് കണ്ടുപിടിക്കും. അല്ല, ഇപ്പം വെയിൽ കൂടുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഈ അഴുകൽ വരുന്നത് എനിക്ക് തോന്നുന്നത്. അല്ലേ ചേട്ടാ? നമ്മുടെ ഏരിയയിലെന്ന് പറഞ്ഞാൽ കാലാവസ്ഥ വ്യത്യാസമല്ലേ, മഞ്ഞൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ഏരിയയിൽ മാത്രമേ ഉള്ളൂ ഈ മഞ്ഞൊക്കെ, അങ്ങോട്ടൊന്നും മഞ്ഞോടൊന്നുമില്ല. എല്ലാ അഴുകൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് രോഗമാണ്. അതൊരു ബാക്ടീരിയ, ഫംഗസ് എന്നൊക്കെ പറയാല്ലേ. പിന്നെ അതിനെ നമ്മൾ പിന്നെ മിത്ലാസിനില്ലേ, ഓക്കെ, മേടിച്ച് നമ്മൾ കൈ വെച്ചേക്കണം. വെച്ചിട്ട് അഴുകൽ വരുന്ന ചെടിക്ക് അടിച്ചു കൊടുത്തേക്കണം. എല്ലാത്തിനും അടിക്കരുത്. എല്ലാത്തിനും അടിക്കുമ്പോൾ ഇതിൻ്റെ കായുടെ ഫലം കുറയും. അപ്പോൾ അതൊരു തടം വിറ്റപ്പാ പുറത്ത ഗുളിക കൊടുക്കുന്ന പോലെ. അപ്പം രണ്ടാമത് അതിന് ഉത്പാദനം കുറയും. അപ്പം ചെടി പോകാതെ നിന്നോളും.
അപ്പോൾ അത് ഒരു 100 ഗ്രാം പാക്കറ്റിന് 210 രൂപ. അത് നമ്മുടെ 2 പാക്കറ്റ് മേടിച്ച് ഒരു ട്രമ്മിൽ. അപ്പോൾ ആ കൂടെ ഇത് 200 ഗ്രാമും കൂടി ചേർത്ത് അടിക്കണം. അടിച്ചാൽ അഴുകൽ മാറും, ഉത്പാദനം കുറയും. ഈ അഴുകലിന് ഈ മറ്റേ പൊടി ഉണ്ടല്ലോ, അത് അടിച്ചു കഴിഞ്ഞാൽ കാ പിടിക്കത്തില്ലെന്നാണല്ലോ പറയുന്നത്. അത് പൊടിയല്ല, മറ്റേ ഇതാ വൈറ്റോ എന്നാ എൻ്റെ പേര്, നമ്മൾ മേടിക്കരുത് 100 ഗ്രാം പാക്കറ്റ്. അത് നല്ല സ്ഥലം പിക്കപ്പാണ്, വേറെ ഒരു മരുന്ന് കേൾക്കുന്നില്ല. പിന്നെ നമ്മൾ ഈ എപ്പം മരുന്നടിച്ചാൽ ആ കൂടെ വളം എന്നാ വളം ഇടുന്നത്? വളം നമ്മൾ അത് ഈ മഴ പെയ്യുമ്പോഴല്ലേ എടുത്തുള്ളൂ. അത് 10, 26, 18 ഇതൊക്കെ അല്ലേ ഇടുന്നത്. 10, 26 കുഴപ്പമില്ല, നല്ല ഇതാ. ആ കൂടെ വേപ്പിൻ ചേർത്തിടാം. ഈ വേപ്പിൻ പിണ്ണാക്ക് മറ്റേ ബോഡോ മിശ്രിതം അടിക്കത്തില്ലേ? മറ്റേ ഇതുണ്ടല്ലോ ഇതിന് വണ്ണമേടില്ല, പുളിയമല, പിന്നെ ഗ്രീൻ ഗോൾഡ്. അത് കുഴപ്പമില്ല, ഗ്രീൻ ഗോൾഡ്. അത് ചിലർ പറയും ഇന്ന് നമ്മൾ ഇത് വൈറ്റോളൻ അത് തനിച്ച് അടിക്കുന്ന സമയത്ത് നല്ലതാണെന്ന് പറയുന്നു. മരുന്നിൻ്റെ കൂടെ ചേർക്കരുത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്താൽ ഗുണമാണ്. ഓക്കെ. നമ്മുടെ ഭൂമിയില്ല ശരിയായിട്ട്. നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ 3-4 പ്രാവശ്യം വെള്ളം പോകും. ഈ പ്രാവശ്യം മഴ കുറവ്, അതുകൊണ്ട് ഈ പ്രാവശ്യം ചൂട് പറയാൻ പറ്റില്ല. എത്ര മണിയാകുമ്പോൾ തീരും ചേട്ടാ മണ്ണിട്ട്? എത്ര മണിയാകുമ്പോൾ തീരും? 3:45 വരെ നിൽക്കും. 3:45. 3:30 എപ്പോൾ തോന്നുന്നു അന്നേരം പോയത്. സമയമില്ലല്ലേ? ഞാനൊരു 3:30 കഴിഞ്ഞാൽ പോവുള്ളൂ. 3:30. ഏലത്തോട്ടത്തെക്കുറിച്ചും ഏലത്തിന് ചെയ്യേണ്ട പരിചരണത്തെക്കുറിച്ചും എന്തൊക്കെ മരുന്നാണ് അടിക്കുന്നത്, അതാ സമയത്ത് ഏലത്തിന് ചെയ്യേണ്ട മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ചും എല്ലാം സംസാരിച്ചത് എൻ്റെ കൂട്ടുകാരൻ്റെ പപ്പായുമാണ്. ഗായ്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.